ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഒരു കേക്ക്. വേണമെങ്കിൽ ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറയാം. കുഞ്ഞു സർപ്രൈസ് ആയിരുന്നു, പക്ഷെ അത് ഇത്ര വലിയ പാരയാകുന്നു വിചാരിച്ചില്ല. ഒരാൾ ഇവിടെ കിടന്ന് ഷോക്ക് അടിച്ച പോലെ വിറക്കുകയായിരുന്നു, കേക്കിൽ അവളുടെ പേരില്ലാത്തത് കൊണ്ട്. ഇക്ക ഭയങ്കര പാവമാണ്, വഴക്കൊന്നും പറയത്തേ ഇല്ല. ഇക്കാടെ ഒരു കയ്യകലത്ത് നിന്ന് മാറുന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഇക്ക ചൂടായതോടുകൂടി ആളുടെ കെട്ടിറങ്ങി ബ്ലാക്ക് ഡ്രസ്സ് മാച്ചിനോട് മാച്ച് ചേർന്ന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഞങ്ങളെ ആരും വിഷ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല. ബാക്കിയൊക്കെ അറിയാവുന്ന ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കാണ്. പക്ഷെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പിള്ളേരില്ലാത്തതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ അങ്ങ് വടക്ക് കിഴക്കേ അറ്റത്തുനിന്ന് ഹാപ്പി ആനിവേഴ്സറി. ഇത് കുഞ്ഞൊരു സർപ്രൈസ് ആയിരുന്നു. ബാബി ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ബാബിക്ക് ആദ്യം ക്യാമറ കാണുമ്പോഴേ ബാബി എന്നോട് കൈകൂപ്പുമായിരുന്നു, പക്ഷെ ഇപ്പൊ ബാബി നല്ല പോസിംഗ് ആയി തുടങ്ങി. ഞാനിവിടെ പറയുമ്പോഴേക്ക് രണ്ടുപേരും പരസ്പരം കേക്കുകൾ കൈമാറി തുടങ്ങി. അങ്ങനെ ഇക്കാക്കും വെച്ചു. അടുത്തുള്ള എന്റേതായിരുന്നു. ഞാൻ രണ്ടുപേർക്കും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ ആരും കാണാതെ ചെറിയൊരു പീസ് വായിലിട്ട് നോക്കി. നമ്മൾ ഈ കേക്ക് വാങ്ങിച്ചിട്ടുള്ള നെസ്റ്റോൺ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. ഇവാനെ ഇസനെയും വ്യവസ്ഥരാക്കിയിട്ട് വേണം ഇനിയുള്ള കേക്ക് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.